കണിമംഗലത്ത് നിന്ന് നിന്നെ പുറത്താക്കിയല്ലേ? അനുജത്തിയുടെ ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയവളെ പിന്നെ പിന്നെ എന്ത് ചെയ്യണം? പോവിട്ട് പൂജിക്കണമായിരുന്നു. ഓ, എന്തിനാടി ഇങ്ങോട്ട് കേറി വന്നേ? വരുന്ന വഴിക്ക് കായലും പുഴയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന് ചാടി ചാവായിരുന്നില്ലേ നിനക്ക്? നീ ജീവിച്ചിരുന്നിട്ട് എന്താടി ഈ കാര്യം? മോളെ, ഇങ്ങോട്ട് വാ. ചെല്ലടി പൊന്നുമോള്. ഇനി കരയാത്ത കുഴപ്പമേ ഉള്ളൂ. എടി, നീ കരഞ്ഞ ആളുകളുടെ കാല് കഴുകിയാലും ചെയ്ത പാപം മാറുകൂടി. ഇത്രയും കാലം നീ അവിടെ നിന്ന് ശ്രമിച്ചതേ പ്രിയങ്ക മോളെ അവിടുന്ന് പടിയിറക്കാനാ. പക്ഷെ ദൈവം വിളി കേട്ടു. അതുകൊണ്ടാ ഇങ്ങനെ നാണം കെട്ട് നിനക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്. ചേർത്ത് പിടിച്ചോ നീ. ചേർത്ത് പിടിച്ചവർക്കൊക്കെ അതിന്റെ കൂലി അവള് കൊടുക്കുന്നുണ്ട്. ഇനി കിട്ടാനുള്ളത് ദേവനും നിനക്കുവാ. അതെ, വൈകാതെ ഇവള് തരും. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? ഇവിടെ ചത്ത് കാണണോ? ഓ, അതിനുള്ള ഭാഗ്യം എനിക്ക് ഈശ്വരൻ തരുമെന്ന് തോന്നുന്നില്ല. ചത്ത് കുഴിച്ചിട്ടാലും ഇവൾ അവിടുന്ന് മുളച്ചു പിന്നെയും വരും. ഉലകം നശിപ്പിക്കാനുള്ള ജന്മങ്ങളെ അങ്ങനെ ആടി. അമ്മ ഒന്ന് അകത്തേക്ക് പോകുന്നുണ്ടോ? ഞാനേ അകത്തേക്കല്ല പോകുന്നത്, അടുക്കളയിലേക്കാ. ഇവളുടെ ഈ വീഴ്ചയുണ്ടല്ലോ, അതെനിക്കൊന്ന് ആഘോഷിക്കണം. അതെ, മധുരം കഴിച്ചു തന്നെ ആഘോഷിക്കണം. എല്ലാം കെട്ടിപ്പെറുക്കി മുകളിലെടുത്ത് വെച്ചിരിക്കുക. ഈ സന്തോഷം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? അയ്യോ അയ്യോ അയ്യോ, എന്റെ കാല് പോയി. അയ്യോ, കാര്യം വിസ്തരിച്ചാലേ നിനക്ക് സമാധാനം കിട്ടുള്ളൂ. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കണേ. എന്റെ നടു. അയ്യോ അയ്യോ, വേദനിക്കമ്മേ. അയ്യോ എന്റെ ദൈവമേ, എന്റെ നടു. അയ്യോ കണ്ടോ, നശിച്ചവളുടെ തലവെട്ടം കണ്ടു. അനർത്ഥങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഓ ഈശ്വര, അയ്യോ. ഓ, എന്തിനാടി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വീണപ്പം നിനക്ക് സമാധാനം കിട്ടിയില്ലേ? കൊന്നിട്ടേ പോവുള്ളൂ നീ.
വേദനയുണ്ടോ അമ്മേ? വീണാ പിന്നെ വേദനിക്കില്ലേ? ദൈവത്തിന് നിരക്കുന്നത് ചെയ്യണോ അമ്മേ? അല്ലെങ്കിൽ ഇതുപോലുള്ള തിരിച്ചടി കിട്ടും. യശോദേ, അവൾ ഈ കുടുംബത്തിനകത്ത് വളർന്നതാ. അതെങ്കിലും ഓർക്കായിരുന്നു അമ്മയ്ക്ക്. ആരഹങ്കരിച്ചാലും അതിനുള്ള ശിക്ഷ കിട്ടും അമ്മേ. അയ്യോ അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. അയ്യോ അയ്യോ, നന്നായിട്ട് തടവടി, ഇവിടെ തടവ്. അഖിൽ സർ, ഇന്നാ രാധികമോളുടെ ബർത്ത്ഡേ. മ്യൂസിക് സ്കൂളിൽ ഞാൻ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവള് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. എന്തുപറ്റി ശ്യാമേ? ഞാൻ പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോ കാല് തട്ടിയതാ. ശ്യാമ അപ്പുറത്തേക്ക് പൊക്കോ, ഞാനിത് എടുത്തു വെച്ചേക്കാം. എടുത്തേ, എന്തോ ഒരു ദുർനിമിത്താണല്ലോ. ഇനി ഇതിന്റെ പേരിൽ ടെൻഷൻ ആവണ്ട ശ്യാമേ. ഇല്ല, അഖിൽ സാർ കൂടെ ഇല്ലാതായിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ ഞാനിവിടെ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ധൈര്യം വേറെ ആർക്കും എനിക്ക് തരാൻ പറ്റുന്നതല്ല. നല്ലതായാലും ചീത്തയായാലും അതിന്റെ നിമിത്തങ്ങളൊക്കെ അഖിൽ സാർ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ഇതെന്തോ ഒരു ദുസൂചന തന്നെയാ. എടുത്തി മോളെ ഒന്ന് വിളിച്ചേ. എന്താ? രാധികയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്റെ കൃഷ്ണ, ഞാൻ സംശയിച്ചതൊക്കെ ശരിയാവുകയാണല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെപ്രാളം കാണിക്കാതിരിക്കും ശ്യാമേ. നമുക്ക് എവിടെയെങ്കിലും വിളിച്ച് മോളുടെ കാര്യം അന്വേഷിക്കാം. ധൈര്യമായിട്ടിരിക്കേ. അഖിൽ സർ, അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവളുടെ കൂടെ തന്നെ ഉണ്ടാവണേ, അവളെ കാത്തോണേ. മോളെ, അമ്മ എന്നെ ശപിക്കുന്നില്ലേ? ഞാൻ എങ്ങനെ ശപിക്കാനടി മോളെ? നിന്നെ ഈ ഗതികേടിലേക്ക് തള്ളിയിട്ടത് ഞാൻ കൂടിയല്ലേ? അന്ന് വരുൺ നിന്റെ കഴുത്തില് താലി കെട്ടി കഴിഞ്ഞപ്പോഴെങ്കിലും
ഒന്ന് പറയായിരുന്നില്ലേ നിനക്ക് എന്നോട്? നീ അവനെ സ്നേഹിച്ചിരുന്നു, അവൻ നിന്നെ ആഗ്രഹിച്ചെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിന്ന് താലി ഊരി വാങ്ങി പ്രിയങ്കയെ ഞാൻ കണിമംഗലത്തേക്ക് അയക്കുമായിരുന്നോ? എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് കരുതി നിന്നെയും അവനെ ഒന്നിച്ച് ചേർക്കുമായിരുന്നില്ലേ ഞാൻ? ജനനം മുതൽ ഞാൻ എന്റെ തലയിൽ കൊണ്ടു നടക്കുന്ന ഈ വിധി. മോളെ, ലോകത്ത് ഒരു കുഞ്ഞു അനാഥയെ ജനിക്കരുത്. ഒരമ്മയും ഒരു കുഞ്ഞിനെ വലിച്ചെറിയുകയും ചെയ്യരുത്. അമ്മ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സിലെ മോഹം തോന്നുന്ന പ്രായമായപ്പോ ഒരാള് വന്നു. അകന്നകന്ന് പോയിട്ടും പിടിച്ചു നിർത്തി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വിധി എന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയപ്പോ ഇനി ഒന്നിനുമില്ലെന്ന് പറഞ്ഞു നിന്നതാ. പക്ഷെ വരുണ്ട മനസ്സിന്നത് പോണ്ടേ? നമ്മളൊക്കെ പറയുന്നത് നിർബന്ധിക്കുന്നതൊക്കെ വരുണ് ചെയ്യാൻ പറ്റണ്ടേ? എന്നെ മാത്രം ഓർത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ എന്നെ കൊണ്ട് എതിര് പറയാൻ പറ്റും? എന്നിട്ടും പ്രാണനകറ്റുന്ന വേദനയോടെ അതിനുവേണ്ടി ശ്രമിച്ചതാ ഞാൻ. പക്ഷെ ഞാൻ തോറ്റുപോയി. ഇപ്പോ ആ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ചീത്തപ്പേരുണ്ടാക്കിയവളായി. എന്നെ ജനിപ്പിച്ച ആളത് ചെയ്തില്ല. അമ്മയ്ക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ എന്നൊന്ന് കൊന്നു തന്നേക്കാം അമ്മ. പറയല്ലേ മോളെ, അങ്ങനെയൊന്നും നീ പറയല്ലേ. നമ്മള് കൈ എത്തിച്ചിട്ടും കിട്ടാതാകുമ്പോ അത് പിന്നെ വിധിക്ക് വിട്ടുകൊടുക്കല്ലേ ചെയ്യ. വിധി തീരുമാനിക്കട്ടെ, ദൈവം തീരുമാനിക്കട്ടെ. എന്തായി ആലോചിച്ചിരിക്കുന്നെ? ഓ, കാമുകി നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാവും. എടി കാമുകിയല്ലടി, അവൾ എന്റെ ഭാര്യ. അവൾ ഇറങ്ങിപ്പോയാൽ എനിക്ക് വിഷമമുണ്ടാവും. എന്റെ വരുൺ, ഇന്നലെ വരെ മനസ്സിൽ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലേ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കും. ഇനി രാധിക കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല. എടി, ഞാൻ വരുത്തില്ല. എന്റെയും രാധികയുടെയും പ്രണയം സത്യമാണെങ്കിൽ നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല പ്രിയങ്ക. എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? അപ്പോ അവളെ കൊന്നാലും കുഴപ്പമില്ലല്ലോ. കുറെ കാലങ്ങൾക്ക് മുൻപ് ആറ്റുവാശ്ശേരിയിലേക്ക് അർഹതയില്ലാതെ വന്ന് കയറിയ ഒരു വിഷവിത്ത. അതാ കുടുംബത്തിൽ നിന്നും പറിച്ചു കളയണമെന്ന് ഞാനൊന്ന് ആവശ്യപ്പെട്ട മുത്തശ്ശിയും അമ്മയും അച്ഛനും സന്തോഷത്തോടെ അത് ചെയ്യും. അവിടുന്നും കൂടി പുറത്തിറക്കിയ അന്വേഷണം നടക്കേണ്ടി വരില്ല. എവിടെയെങ്കിലും ചത്ത് കിടക്കുന്ന വിവരം ആളുകൾ പറഞ്ഞു തരും. അല്ല, വരുൺ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദേ, ഇപ്പൊ മുതൽ ആ രാധിക എന്ന് പറഞ്ഞവളെ മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിടയിൽ നടന്നതൊക്കെ ഞാനും മറക്കാം.
എന്നിട്ട് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. നാണമില്ലടി നിനക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുത്തിയാണല്ലോ നീ. നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, അതിന്റെ സത്യസന്ധത എന്താണെന്ന് അറിയില്ല. നിനക്ക് പണത്തിന്റെ കണക്ക് മാത്രമേ അറിയൂ. നിനക്ക് ആഘോഷിക്കാൻ പണം വേണം, ആഹ്ലാദിക്കാൻ പ്രതാപം വേണം. പക്ഷേ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞാൻ എന്റെ രാധികയെ സ്വന്തമാക്കിയിരിക്കും. ഇല്ല വരുൺ, വരുണ് ഞാൻ അവളെ തരില്ല. അതിനു മുൻപേ ഞാൻ അവളെ കൊല്ലും. എടീ, നിന്നെ ഞാൻ എടാ വരണേ, മാറി നിക്ക്. അല്ല, ഇവള് പറയുന്നത് കേട്ടില്ല മുത്തശ്ശി. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. മോനെ, നീ ഇവിടെ നിക്ക്. നിക്കാനല്ലേ പറഞ്ഞത്? പ്രിയങ്കെ, നീ അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? ഇവിടുന്ന് എവിടെയെങ്കിലും പോവാൻ തോന്നുന്നു മുത്തശ്ശി. അതെന്തിന്? ഇത് നിന്റെ വീടാ. അവളോട് ദേഷ്യപ്പെട്ട് നീയല്ല ഇവിടുന്ന് ഇറങ്ങേണ്ടത്, അടിച്ചിറക്കേണ്ടത് അവളെയാ. എടാ, അവൾ ഇത്രയും കാലം ശ്രമിച്ചതും നടപ്പാക്കിയതും നിന്റെ ജീവിതത്തിൽ നിന്നും രാധികയെ പുറത്താക്കുകയെന്നതാ. ഹ്. ഇനി മുതൽ അവളുടെ തന്ത്രം നമുക്കും തിരിച്ചു പ്രയോഗിക്കാം. നിന്റെ ജീവിതത്തിൽ നിന്നും അവൾ ഇറങ്ങിപ്പോവാൻ എന്താ മാർഗമെന്ന് നമുക്ക് നോക്കാടാ. കഷ്ടപ്പെടണം. ഒരുപാട് കഷ്ടപ്പെട്ടാലേ നിന്റെ പെണ്ണ് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരൂ. മുത്തശ്ശി കൂടെ ഉണ്ടടാ. നീ തളരില്ലാന്ന് ഉറപ്പ് കിട്ടിയാ മാത്രം മതി എനിക്ക്. ശരി മുത്തശ്ശി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിയൽ ഫൈറ്റാ. പ്രിയങ്ക ഇവിടുന്ന് ഇറക്കാനും രാധികയെ തിരിച്ചു കൊണ്ടുവരാനും. എടീ, എന്തിനാടി മോങ്ങിക്കൊണ്ടിരിക്കുന്നേ? നിന്റെ അച്ഛൻ ചത്തോ? നിന്നെ വളർത്തി വലുതാക്കി നീ അച്ഛനെന്ന് വിളിക്കുന്ന ദേവനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. നിന്നെ സൃഷ്ടിച്ചവനെ ഏതോ ഒരിടത്ത് കഴിയുന്നുണ്ടല്ലോ, അവനെ കുറിച്ചാ. ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് നീ ഇവിടേക്ക് കയറി വന്നത് സുഖിക്കാനാണോ? എഴുന്നേക്കടി. അടുക്കളപ്പണിയൊക്കെ തമ്പുരാട്ടി മാറുന്നോ ആവോ? ഓ ആ, കണിമംഗലത്ത് ഇവളുടെ ജീവിതം തമ്പുരാട്ടിയായിട്ടാണല്ലോ. അപ്പൊ ഇനി അടുക്കളപ്പണിയൊന്നും അങ്ങോട്ട് വഴങ്ങത്തില്ലായിരിക്കും അല്ലേ യശോദേ? ദേ, മര്യാദയ്ക്ക് ഇവളോട് പോയി വല്ലതും വെച്ചുണ്ടാക്കാൻ പറ. ആ കൂലിയെങ്കിലും കുടുംബത്തിന് കിട്ടിക്കോട്ടെ. വളർത്തിയതിനും തീറ്റ കൊടുത്തതിനും. മോളെ, ഇങ്ങോട്ട് വാ. മോളെ, അങ്ങ് അടുക്കളയിലോട്ട് ചെന്നാ മതി. ഓടി. അവളൊരു തമ്പുരാട്ടി വന്നേക്കുന്നു. അവള് തമ്പുരാട്ടി ചമഞ്ഞിരിക്കുന്നത് അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കുടുംബത്തെ എന്നെ കൊണ്ടോ അമ്മയെ കൊണ്ടോ അവൾ എന്തെങ്കിലും ഒരു പണി ചെയ്യിച്ചിട്ടുണ്ടോ? മാട് പോലെ അവള് കിടന്ന് കഷ്ടപ്പെട്ടിട്ടില്ലേ അമ്മേ? വെച്ച് വിളമ്പി തന്നിട്ടില്ലേ? നന്ദി കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നന്ദികേട് കാണിക്കരുത്. സംരക്ഷിക്ക്, സംരക്ഷിക്ക്. എത്ര സംരക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ആളുകളുടെ മുമ്പിൽ ഇത് മറച്ചു വെച്ചാലും ഒരു ദിവസം ഈ വാൾ അവളുടെ നെഞ്ചിൽ കേറും. മോളെ, ഒരു കാരണം കിട്ടിയതിന്റെ ആഘോഷത്തിലാ മുത്തശ്ശി. മുത്തശ്ശിയിൽ നിന്ന് ഒരു നല്ല വാക്ക് നീ പ്രതീക്ഷിക്കരുത്. ഇല്ലമ്മേ. തൽക്കാലം മോളത് വിട്ടുകള.
അച്ഛൻ പൂജ കഴിഞ്ഞെത്താൻ സമയമായി. അച്ഛൻ എത്തുമ്പോഴേക്കും അച്ഛൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ മോളുടെ കൈകൊണ്ട് ഉണ്ടാക്കി വെക്കണം. കുറേ ദിവസമായി അച്ഛൻ പറയുന്നു രാധിക മോളുടെ കൈപുണ്യം, രാധിക മോളുടെ കൈപുണ്യം എന്ന്. ഇന്ന് അച്ഛനത് അറിയട്ടെ. ശരിയമ്മ, ഞാൻ ചെയ്തോളാം. അമ്മയുണ്ട് കൂട്ടിന്. തനിച്ചിരുന്ന് ചിന്തിച്ചു തുടങ്ങിയ കരയാൻ മാത്രമേ മോക്ക് പറ്റൂ. ഇതാവുമ്പോ കുറച്ചെങ്കിലും മോക്ക് മറക്കാൻ എളുപ്പ. മനസ്സിലായോ? മനസ്സിലായി. സ്വയം ചാവാനാണോ ഇനി ആരെങ്കിലും എന്നെ കൊല്ലാനാണോ എന്റെ വിധിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനു മുൻപ് അച്ഛൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം.